യുദ്ധമില്ലാത്ത അവസ്ഥ ഇസ്രയേലിന് വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഏതെങ്കിലും ഒരു രാജ്യവുമായി കൊമ്പുകോർത്തേ നിലനിൽപ്പുള്ളൂ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എന്ന് സാരം. ഗാസയ്ക്ക് നേരെയുള്ള യുദ്ധത്തിന് കുറച്ചൊരു അയവ് വന്നപ്പോഴേക്കും അടുത്ത രാജ്യവുമായി പോർവിളികൾ തുടങ്ങിയിട്ടുണ്ട് ഇസ്രയേൽ എന്നാണ് കേട്ടത്. അത് സിറിയയാണ്. സിറിയയിൽ ആക്രമണം നടത്തിയ ഇസ്രയേലിനാണ് ലോകം ഇപ്പോൾ കാണുന്നത്. സിറിയയിലെ ദമാസ്കസ് പ്രദേശത്തുള്ള സിറിയൻ ഭരണകൂടത്തിന്റെ സൈനിക ആസ്ഥാനത്തിന്റെ പ്രവേശന കവാടത്തിൽ IDF ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിക്കുകയുണ്ടായി. ഇസ്രയേൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് IDF പറയുന്നുണ്ട്. തെക്കൻ സിറിയയിലെ ഡ്രൂസ് സിവിലിയന്മാർക്കെതിരായ അസദ് ഭരണകൂടത്തിന്റെ നടപടികൾക്കുള്ള മറുപടിയാണ് ആക്രമണം എന്നാണ് ഇസ്രയേൽ പറയുന്നത്. സിറിയയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് സൈന്യം കൂട്ടിച്ചേർക്കുകയുണ്ടായി. രാഷ്ട്രീയ തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി IDF പ്രദേശത്ത് ആക്രമണം നടത്തുകയും വിവിധ സാഹചര്യങ്ങൾക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്നുവെന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ഷിയ ഇസ്ലാമിന്റെ ഒരു ശാഖയായ ഇസ്മായിലിസത്തിന്റെ ഒരു ശാഖയായി 10ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ഒരു മതസമൂഹമാണ് ഡ്രൂസ്. ലോകമെമ്പാടുമുള്ള ഏകദേശം 1 ദശലക്ഷം ഡ്രൂസ് ജനസംഖ്യയിൽ പകുതിയിലധികവും സിറിയയിലാണ് താമസിക്കുന്നത്. ബാക്കിയുള്ളവർ പ്രധാനമായി ലെബനനിലും ഇസ്രയേലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഡ്രൂസ് പോരാളികളുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചതിനെ തുടർന്ന് സിറിയയിലെ സ്വീഡയിൽ സംഘർഷം രൂക്ഷമായിരുന്നു. സർക്കാർ സേനയും ഡ്രൂസ് സായുധ ഗ്രൂപ്പുകളും തമ്മിലുള്ള വെടിനിർത്തൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ബുധനാഴ്ച സ്വീഡയിൽ സംഘർഷം ശക്തമായത്. ഡ്രൂസ് ന്യൂനപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇസ്രയേൽ പങ്കാളിത്തം വർദ്ധിപ്പിച്ചേക്കാമെന്ന സൂചനകൾക്കിടെ വെടിനിർത്തൽ കരാർ ഡ്രൂസ് സായുധ സംഘങ്ങൾ ലംഘിച്ചതായി സിറിയൻ പ്രതിരോധ മന്ത്രാലയം ആരോപിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് സിറിയൻ സൈന്യം ഡ്രൂസ് ഭൂരിപക്ഷ മേഖലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത്. സ്വീഡ നഗരത്തിനുള്ളിൽ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് സൈനിക സേന തുടർന്നും പ്രതികരിക്കുന്നുണ്ട്. അതേസമയം താമസക്കാരെ സംരക്ഷിക്കുന്നതിനും നഗരം വിട്ടുപോയവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിനുമുള്ള നിയമങ്ങൾ പാലിക്കുന്നുവെന്നാണ് മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നത്. അതേസമയം ഗാസയിലെ ചില സൈനികർ സിറിയയുമായുള്ള വടക്കൻ അതിർത്തിയിൽ വിന്യസിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന് ഒരു ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. ദമാസ്കസിലും ഞങ്ങൾ ആക്രമണങ്ങൾ നടത്തി. തെക്കൻ സിറിയയിലുടനീളം ആക്രമണം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതിനിടെ ദമാസ്കസിനെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ അപലപിക്കുകയുണ്ടായി. ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമാണിത് എന്നാണ് ഔൺ പറഞ്ഞത്. മാത്രമല്ല സിറിയൻ അറബ് റിപ്പബ്ലിക്കിനോടും ജനങ്ങളോടും ലെബനന്റെ പൂർണ്ണ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്നും പ്രസിഡന്റ് ഔൺ എക്സിലെ ഒരു പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്തായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യം ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സിറിയയുടെ നേർക്കുള്ള ഇസ്രായേലിന്റെ ഈ കടന്നുകയറ്റം. ഇതിനൊരു അന്ത്യമുണ്ടാവില്ലെങ്കിൽ ലോകം മുഴുവൻ ഇതിന്റെ അസ്വസ്ഥതകൾ പരക്കുമെന്ന കാര്യം തീർച്ചയാണ്.